നിന്റെ ഈ മടി മാറ്റാതെ ഒരിക്കലും നീ രക്ഷപ്പെടില്ല. മടി പിടിച്ചിരിക്കാതെ എന്തെങ്കിലും ചെയ്തൂടെ നിനക്ക്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടില്ലേ ഈ വാക്കുകൾ? വീട്ടുകാരിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ എന്തിന് ജീവിത പങ്കാളിയിൽ നിന്ന് പോലും കേട്ടിട്ടുണ്ടാകും, ശരിയല്ലേ? ഈ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കവരെ എതിർക്കണമെന്നുണ്ടാകും. പക്ഷേ അതിനുള്ള ഊർജ്ജം നിങ്ങൾക്ക് ചോർന്നു പോവുകയോ നിങ്ങൾ സ്വയം ന്യായീകരണം സൃഷ്ടിക്കുകയാണെന്ന് അവർ കരുതും എന്നൊക്കെ കരുതി നിങ്ങളത് അവഗണിക്കും. എന്നാലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിൽ ഒരു ഉത്തരമുണ്ടാകും. അല്ല, എനിക്കുള്ളത് മടിയല്ല, പക്ഷെ എനിക്കത് വിവരിക്കാൻ കഴിയുന്നില്ല. ഞാൻ അവിടെ തളർന്നു പോകുന്നു. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ നിങ്ങളുടെ തളർച്ചയ്ക്ക് ആഘാതം കൂട്ടുകയും ചെയ്യും. പിന്നീട് നിങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങൾക്ക് ഡിപ്രഷനാണെന്ന്, ശരിയല്ലേ? എല്ലാ പ്രശ്നങ്ങളും ഡിപ്രഷനായി കണക്കാക്കരുത്. നിങ്ങൾക്കുള്ള മടി എന്ന് മറ്റുള്ളവർ ആരോപിക്കുന്ന, അതല്ല എന്ന് നിങ്ങൾക്കുറപ്പുള്ള ആ പ്രശ്നത്തിന്റെ മനഃശാസ്ത്രത്തിലേക്ക് ലളിതമായി ഒന്ന് പോവുകയാണ് ഈ വീഡിയോയിലൂടെ. നിങ്ങളുടെ പ്രശ്നത്തിന്റെ കാരണം 1. മെന്റൽ ഓവർലോഡ് അഥവാ മനസ്സിന്റെ ക്ഷീണം. തുടർച്ചയായ ചിന്തകളും മാനസിക സമ്മർദ്ദവും കാരണം നിങ്ങളുടെ ബ്രെയിൻ ഒരു പോസ് മോഡിലേക്ക് സ്വയം പോകുന്നു. ശരീരം അതിനെ മടിയാണെന്ന് തോന്നിക്കും. അമിത ചിന്തകൾ കാരണം ഒരു വിശ്രമം വേണമെന്ന് ബ്രെയിൻ തീരുമാനിക്കുന്നതിന്റെ കാരണമാണിത്. ലോകത്ത് എല്ലാവർക്കും പല പ്രാവശ്യവും ഉണ്ടാകുന്ന ഒരവസ്ഥയാണിത്. ചിന്തകളെ നിരീക്ഷിക്കുകയാണ് അതിനുള്ള പരിഹാരം. ഞാൻ 5 മിനിറ്റിലേറെയായി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നിടത്ത് ഈ അവസ്ഥയെ തരണം ചെയ്യാൻ സാധിക്കും. കാരണം 2. ഡിസിഷൻ ഫാറ്റീഗ് അഥവാ എന്തു തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നുള്ള അമിത ചിന്തകൾ നിങ്ങളുടെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം തന്നെ തടയും. നിങ്ങളുടെ പ്ലാനുകൾ കുറിച്ചിടുക, ചെറിയ ചെറിയ സ്റ്റെപ്പുകളായി പതുക്കെ തുടങ്ങുക. നിങ്ങളുടെ പ്ലാനുകൾക്ക് മേലെ നിങ്ങളുടെ ചിന്താഭാരം അഴിച്ചിട്ടാൽ അതൊരിക്കലും സ്മൂത്തായി നടക്കാൻ പോകുന്നില്ല. ഉദാഹരണം, നിങ്ങളൊരു ചെറിയ ടോയ് കാർ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് കരുതുക. അയ്യോ, അതിന്റെ ഗ്ലാസിന്റെ എങ്ങനെ ഉണ്ടാക്കും, ഫിനിഷിംഗ് കിട്ടുമോ എന്നൊക്കെയുള്ള അമിത ചിന്തയോടെ നിങ്ങളതിനെ സമീപിച്ചാൽ ഒരിക്കലും നിങ്ങൾ ആ കാർ ഉണ്ടാക്കാൻ പോകുന്നില്ല. പകരം അതിന്റെ ഏറ്റവും സിമ്പിളായ ഭാഗം മാത്രം നിങ്ങൾ തുടങ്ങുക. അത് മനോഹരമായി വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ചാർജ് ആവുകയും അടുത്ത സ്റ്റെപ്പിനെക്കുറിച്ച് നിങ്ങൾ ആവേശത്തോടെ ചിന്തിക്കുകയും ചെയ്യും. ലോ ഡോപ്പമൈൻ സ്റ്റേറ്റ് അഥവാ ചെറിയ വിജയങ്ങളില്ലാതെ നിങ്ങളുടെ ബ്രെയിനിന് റിവാർഡ് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട മോട്ടിവേഷൻ സ്വാഭാവികമായും ഉണ്ടാകില്ല. 3. ബേൺ ഔട്ട് അഥവാ അതിർത്തി കടന്ന ക്ഷീണം. ഒരു കാലത്ത് നിങ്ങൾ പലതും നേടാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചതിന്റെയും ഒരുപാട് സ്ട്രെസ് അധികമായി എടുത്തതിന്റെയും ഫലമായി ഇപ്പോൾ ആ ഒരു എനർജി അതുപോലെയില്ല. ബേൺ ഔട്ട് ഒരു അവസ്ഥയാണ്. മിക്കവരുടെയും മടി ആരോപണത്തിനു പിന്നിൽ ഇദ്ദേഹമായിരിക്കും വില്ലൻ. യോഗ, എക്സസൈസ്, സ്പോർട്സ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ബേൺ ഔട്ടിനെ മറികടക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടൊരു പാട്ട് അതിരാവിലെ കേൾക്കുന്നത് തന്നെ നമുക്കൊരു എനർജി തരാറില്ലേ? നമ്മുടെ ബ്രെയിനിന് വേണ്ടതും അതാണ്. ഡോപ്പമൈൻ റിലീസ് ഉണ്ടാകുന്ന പ്രവൃത്തികൾ നിങ്ങൾ കണ്ടുപിടിച്ച് അത് ആവർത്തിക്കുക. ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക, പെറ്റ്സിനെ ലാളിക്കുക, കുട്ടികളോടൊത്ത് സമയം ചിലവഴിക്കുക തുടങ്ങി എന്തുമാവാം. കൃത്യമായ ഇടവേളകളിൽ അത് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ചെയ്യുക. 4. ഇമോഷണൽ വെയ്റ്റ് അഥവാ പഴയ പരാജയങ്ങൾ, മറ്റുള്ളവരുടെ വിമർശനം, സെൽഫ് ഡൗട്ട് ഇവയെല്ലാം മുന്നോട്ടു പോകാൻ തടസ്സമാകാം. മനസ്സിനെ ശക്തിപ്പെടുത്തുകയാണ് ഇതിനുള്ള പരിഹാരം. 5. ലാക്ക് ഓഫ് ക്ലാരിറ്റി അഥവാ നിങ്ങളുടെ ലക്ഷ്യം മങ്ങിയതാണെങ്കിൽ ബ്രെയിൻ ഒരിക്കലും അതിനുവേണ്ടി ഒരു ആക്ഷൻ എടുക്കില്ല. ലക്ഷ്യങ്ങൾക്ക് കൃത്യമായ പ്ലാനും അത് ഞാൻ എപ്പോൾ തുടങ്ങും, ആദ്യ സ്റ്റെപ്പ് എന്ത് എന്നൊക്കെ വ്യക്തമായ കാഴ്ചപ്പാട് നിങ്ങൾ സൃഷ്ടിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി ഇന്ന് ഞാൻ എന്തു ചെയ്തു, ഒരു ചെറിയ ആക്ഷനെങ്കിലും ഞാൻ ചെയ്തോ എന്നിടയ്ക്കിടെ പരിശോധിക്കുക. 6. കമ്പാരിസൺ ട്രാപ്പ്. നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ മതിയാകില്ല എന്ന ചിന്ത വരും. അതോടെ നിങ്ങളുടെ കോൺഫിഡൻസ് ഡൗൺ ആവും, ശരിയല്ലേ? 100 മനുഷ്യരെ എടുത്താൽ 100 വിധം കഴിവുകളായിരിക്കും ഓരോരുത്തർക്കും എന്നുറച്ചു വിശ്വസിക്കുക. ഇവർക്കാർക്കുമില്ലാത്തൊരു കഴിവ് എനിക്കുണ്ടെന്ന് മനസ്സിന് പറഞ്ഞു പഠിപ്പിക്കുക. എതിരാളികളാരും നമ്മളെ കോൺഫിഡൻസ് തകർക്കാൻ മാത്രം കഴിവുള്ളവരല്ല എന്ന് വിശ്വസിക്കുക. നിങ്ങൾ വിജയിച്ചവർ എന്ന് കരുതുന്നവർ പോലും ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് സത്യം മനസ്സിലാക്കുക. 7. ബോഡി മൈൻഡ് മിസ്മാച്ച് അഥവാ ഉറക്കം, ഭക്ഷണം, മൂവ്മെന്റ് ഇവ ശരിയല്ലെങ്കിൽ മനസ്സും പ്രവർത്തിക്കില്ല. ഉറക്കം, ഭക്ഷണം, വ്യായാമം ഇവ 3ഉം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്കും നിങ്ങൾ നിൽക്കരുത്. കൃത്യമായ സമയത്ത് കൺസിസ്റ്റന്റായി ഇവ 3ഉം നടക്കണം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുമുണ്ടാകൂ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇനി 8ാമത്തേത്, നിങ്ങൾ ശരിക്കും ക്ഷീണിതനാണ്, മടി പിടിച്ചിരിക്കുകയല്ല. മടിയുള്ളവർക്ക് കുറ്റബോധമില്ല. നിങ്ങളെ അലട്ടുന്നത് കുറ്റബോധമാണെങ്കിൽ അത് മടിയല്ല, മേലെ പറഞ്ഞ കാരണങ്ങൾ എന്തെങ്കിലും ആകാം. മടിയെന്ന് മറ്റുള്ളവർ പറഞ്ഞോട്ടെ, പക്ഷേ സ്വയം കുറ്റപ്പെടുത്തരുത്. മനസ്സ് സഹായം ചോദിക്കുന്നതാണത്. സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. മുറിപ്പെടുത്താൻ ആർക്കും പറ്റും, പക്ഷേ ഇനി ഇത് രണ്ടും നിങ്ങളുടെ കൺട്രോളിലായിരിക്കട്ടെ. തുടർന്നും ഇത്തരം മനഃശാസ്ത്രപരമായ ലളിതമായ എക്സ്പ്ലനേഷൻ